ഹലോ എവ്രി വൺ, എല്ലാവർക്കും PH ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ന്യൂ എസ് ആർ ടി സീരീസിന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഒരു ചാപ്റ്റർ ആണ് നോക്കുന്നത്. 9th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം രണ്ടാമത്തെ ടെക്സ്റ്റിലെ ഭാഗം 1 വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ ഇവിടെ 2 ചാപ്റ്റേഴ്സ് എടുത്ത് ജസ്റ്റ് ഒരു ഗ്യാപ്പ് എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. കാരണം 9th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കണ്ടന്റ് ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ ആണെങ്കിലും നമ്മൾ ഓൾറെഡി ഇതാ ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്റർ പഠിച്ചു, വിശാല സമതല ഭൂവിലും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി എന്നതാണ്. നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ ഇന്ന് ഏത് ക്ലാസ് ആണ് എടുക്കുന്നത്, ഏത് ചാപ്റ്റർ ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ അറിയിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്കറിയാം എന്തുമാത്രം കണ്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഭാഗങ്ങൾ ടച്ച് ചെയ്ത് പോകുന്ന ഒരു ചാപ്റ്റർ ആണ്. കുറച്ചധികം വലുതാണ്. അപ്പൊ ഒന്നിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാനൊന്നൊരു സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് നമ്മൾ കുറച്ച് കുഞ്ഞു ചാപ്റ്ററുകളിലേക്ക് പോയത്. ഇപ്പൊ ഇതാ നമ്മൾ തിരിച്ചെത്തി. ഒരുപാട് പേര് കമന്റ്സിലും മറ്റും ഈ ഒരു ചാപ്റ്റർ മെൻഷൻ ചെയ്തും കണ്ടു കേട്ടോ. അപ്പൊ നമ്മളിതാ ഇന്ന് ആ ക്ലാസ് ആണ് എടുക്കുന്നത്, ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. നമ്മൾ ഡെയിലി ഓരോ ന്യൂ എസ് ആർ ടി ചാപ്റ്റർ ആണ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ദിവസം പോലും മിസ് ചെയ്യുന്നില്ല. നമ്മൾ സൺഡേസ് മാത്രമാണ് ഗ്യാപ്പ് വെക്കുന്നത്. ബാക്കി എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി ന്യൂ എസ് ആർ ടി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സസ് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ന്യൂ എസ് ആർ ടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ന്യൂ എസ് ആർ ടി നിന്ന് വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഓരോ ന്യൂ എസ് ആർ ടി ചാപ്റ്ററും ഓരോ വരിയും എന്നുള്ളത്. അതുകൂടാതെ നമ്മൾ നമ്മുടെ ആപ്പിൽ ന്യൂ എസ് ആർ ടിയുടെ നോട്ട്സും കൊടുക്കുന്നുണ്ട്, ഒപ്പം അതിന്റെ ഓഡിയോ നോട്ടും കൊടുക്കുന്നുണ്ട്. അതിന്റെയൊക്കെ അപ്ഡേഷൻസ് മിസ് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നമ്മൾ സമയാസമയം അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായി നമ്മളെ ചാപ്റ്റേഴ്സ് ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ യൂട്യൂബ് ചാനലിലുള്ള നമ്മുടെ ക്ലാസ്സസും അതുപോലെ ആപ്പിലുള്ള ന്യൂ എസ് ആർ ടിയുടെയും അതുപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നിങ്ങൾക്ക് അത്രയും ആവശ്യമായിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബ് ചാനലിലൂടെ. അതുപോലെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന് ഓഡിയോ നോട്ടും കൂടെ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്ററിൽ പീഠഭൂമിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗവും ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഭൗമ ചരിത്രമുറങ്ങുന്ന പീഠഭൂമി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 ചാപ്റ്ററുകളിലായിട്ട്, ഇതിന് തൊട്ടു മുന്നേ പറഞ്ഞ 1-2 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഇന്ത്യയിലെ വിവിധ ഭൂവിഭാഗങ്ങളെ കുറിച്ചും അതിലെ ഹിമാലയ പർവ്വതം, ഉത്തരേന്ത്യൻ സമതലം എന്നീ മേഖലകളെ കുറിച്ചും അതിന്റെ ഭൗതികവും സാംസ്കാരികവുമായിട്ടുള്ള വൈവിധ്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമി ഇതാണ് പർവ്വതനിര ഭാഗങ്ങളായിട്ട് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഡാർക്ക് കളറിൽ. ബാക്കി ഇത്തരത്തിൽ മെൻഷൻ ചെയ്തതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഏകദേശം ഭൂരിഭാഗം പ്രദേശവും ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പീഠഭൂമി പ്രദേശം. ഏതാണ്ട് ത്രികോണ സമാനമായിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇത്. ഉൾക്കൊള്ളുന്ന ഈ ഒരു എന്തൊക്കെയാ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്? മധ്യപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് വരുന്നുണ്ട്, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് വരുന്നുണ്ട്, അതുപോലെ കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനം, ഇവിടെ പശ്ചിമ ബംഗാളിന്റെ ഈ ഒരു ഭാഗത്തും ഒക്കെ ആയിട്ട് എന്താണ് ചില പ്രദേശങ്ങളും ഒക്കെ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു മാപ്പിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. ഈ പീഠഭൂമി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മുതൽ 900 മീറ്റർ വരെയാണ് ഉയരമുള്ളതായി കണക്കാക്കുന്നത്. വിശാലമായ പീഠപ്രദേശങ്ങളും അതിന് അതിർത്തി തീർക്കുന്ന മലനിരകളും കുന്നുകളും താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളും വൈവിധ്യമാർന്ന നൈസർഗിക സസ്യജന്തുജാലങ്ങളും ഉൾപ്പെടുന്ന ഭൗതിക വൈവിധ്യം നിറഞ്ഞ ഈ ഭൂഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഇത്രയും സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ അതിർത്തിയായിട്ട് മലനിരകളും കുന്നുകളും കാണപ്പെടുന്നുണ്ട്.
താരതമ്യേന ആഴം കുറഞ്ഞ നദീ താഴ്വരകളുണ്ട്. വൈവിധ്യമാർന്ന നൈസർഗിക സസ്യ ജന്തുജാലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ ഒരു പേരിന് ആധാരം. ഉപദ്വീപീയ ഇന്ത്യയുടെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഈ ഒരു പീഠഭൂമി ഭാഗത്തിന് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പേര് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതിക വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവുമാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് പീഠഭൂമി എന്നത്. പീഠഭൂമി എന്നാൽ ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നതാണ്, ഏറെക്കുറെ നിരപ്പാർന്നതാണ്, അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതായിട്ടുള്ള ഭൂപ്രദേശങ്ങളെ പീഠഭൂമികൾ എന്ന് പറയുന്നു. പൊതുവെ പീഠഭൂമികളെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമികൾ, ഇന്റർമൗണ്ടൻ പ്ലാറ്റ്യൂ. രണ്ടാമത്തേത് പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികൾ, പീഡ്മൗണ്ട് പ്ലാറ്റ്യൂ. മൂന്നാമത് വൻകര പീഠഭൂമികൾ, കോണ്ടിനെന്റൽ പ്ലാറ്റ്യൂസ്. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് വിഭാഗങ്ങളായിട്ട് പ്രധാനമായും തരംതിരിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാന്ന് വെച്ചാല് പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് പിക്ചറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ വരും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പർവ്വതം ഉണ്ടെന്ന് കരുതുക, അതുപോലെ ഇവിടെ ഒരു പർവ്വതം ഉണ്ടെന്ന് കരുതുക. ഇവിടെ വരുന്ന പീഠഭൂമി ഇപ്പൊ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ വന്നില്ലേ, അപ്പൊ പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെടുന്ന പീഠഭൂമി ഏതാണ് ഈ ഒരു തരത്തിലാണ് വരിക. ഇനി പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പർവ്വതം ഉണ്ടെന്ന് കരുതുക, ഈ ഒരു പർവ്വതം, അതിനുശേഷം ഇത് ഇവിടെയായിട്ട് പീഠഭൂമി, പിന്നീട് ഇവിടെ കടലും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഇത്തരത്തിലാണ് ഉണ്ടാവുക. വൻകര പീഠഭൂമി എന്ന് പറയുമ്പോൾ കടൽ വരും, ഇവിടെ ഒരു കടലായിരിക്കും, അതിനുശേഷം ഇവിടെ പീഠഭൂമി, ദെൻ ഇവിടെയും ഒരു കടലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലാണ് വൻകര പീഠഭൂമികൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്ട് ഒരു ധാരണ കിട്ടിയില്ല. ഇങ്ങനെയാണ് മൂന്ന് തരത്തിൽ പീഠഭൂമികളെ പൊതുവായി തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഉപദ്വീപീയ പീഠഭൂമിയിൽ പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതാണ് എന്ന് ഭൂപടത്തിന്റെ സഹായത്തോടെ കണ്ടെത്താനാണ് പറഞ്ഞത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മധ്യപ്രദേശ് ഉൾപ്പെടുന്നുണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് വരുന്നുണ്ട്, പൂർണ്ണമായിട്ടും ജാർഖണ്ഡ് ഉൾപ്പെടുന്നുണ്ട്, ഛത്തീസ്ഗഡും ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടെ പറഞ്ഞ പോലെ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാനയുടെ ഭാഗം, ഒഡീഷയുടെ ഭാഗം, പശ്ചിമ ബംഗാളിന്റെയൊക്കെ ഭാഗം, ചില പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ മാപ്പ് നോക്കി ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇവിടെ ഇന്ത്യയുടെ ഭൗതിക ഭൂപടവും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പീഠഭൂമി ഭാഗവും തന്നിട്ടുണ്ട്. ഈ ഒരു പീഠഭൂമി ഭാഗത്തിനെ പൊതുവെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. അതാണ് ഇവിടെ ഈ ഒരു ഭൗതിക ഭൂപടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇതാ ഈ പറയുന്ന പോലെ ഡെക്കാൻ പീഠഭൂമി എന്നും രണ്ടാമത് മധ്യ ഉന്നത തടം എന്നുമാണ്. മധ്യ ഉന്നത തടം, രണ്ടാമത് നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്നും, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പൊ അവയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അതിരുകളായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? പടിഞ്ഞാറ് പശ്ചിമഘട്ടമാണ്, പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് ഇതാ ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഇത് കണ്ടോ പൂർവ്വഘട്ടം, ഇതാ പൂർവ്വഘട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇങ്ങനെ വിട്ട് വന്നിരിക്കുന്നതാണ് പൂർവ്വഘട്ടം, ഇത് പശ്ചിമഘട്ടം. അപ്പൊ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അതിരുകളായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 16 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഈ ഭൂഭാഗത്തെ സ്ഥാനം വരുന്നതിന് അടിസ്ഥാനത്തിലാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡെക്കാൻ പീഠഭൂമി എന്നും അതുപോലെ മധ്യ ഉന്നത തടം എന്നും ഇങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമി. എങ്ങനെയാണ് വരുന്നത്?
പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലായിട്ട് സത്പുര, ഇത് കണ്ടോ ഇവിടെ സത്പുര പർവ്വതനിരയ്ക്ക് തെക്ക് ഭാഗത്തുള്ള ഈ ഒരു വിശാലമായ ഭൂവിഭാഗമാണ്, പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇവിടെ ഈ സത്പുര പർവ്വതനിരയുണ്ട്, അതുപോലെ മൈക്കല നിരകൾ കണ്ടോ, മൈക്കല നിരകൾ, മഹാദിയോ കുന്നുകളുണ്ട്. ഈ കുന്നുകളൊക്കെ ഇതിന്റെ വടക്കേ അതിരായിട്ടാണ് നിൽക്കുന്നത്. സത്പുര, മഹാദിയോ, മൈക്കല കുന്നുകളൊക്കെ ഈ ഒരു ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായിട്ടാണ് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. സത്പുര പർവ്വതം, മൈക്കല നിര, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു എന്ന്. ഇപ്പൊ വടക്കേ അതിര് സത്പുര പർവ്വതം, മൈക്കല നിരകൾ, മഹാദിയോ കുന്നുകൾ എന്നിവയാണ്. തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. തെക്ക് എന്നർത്ഥം വരുന്ന ഉത്തരം, ദക്ഷിണം, പൂർവം, പശ്ചിമം എന്നാണല്ലോ നമ്മൾ സംസ്കൃതത്തിൽ 4 ദിക്കുകളെയും പറയുന്നത്. അപ്പൊ അത്തരത്തിൽ തെക്ക് എന്നർത്ഥം വരുന്ന ദക്ഷിൺ എന്ന പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് വന്നിട്ടുള്ളത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. ഈ ഒരു ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് എന്ന ആഗ്നേയ ശില കൊണ്ടാണ്. നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെക്കാൻ പീഠഭൂമി നിർമ്മിച്ചിരിക്കുന്നത് ബസാൾട്ട് എന്ന ആഗ്നേയ ശില കൊണ്ടാണ്. വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്ന് വിളിക്കുന്നു. ഡെക്കാൻ പീഠഭൂമിയിൽ ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിനം കാണപ്പെടുന്ന മേഖലയാണ് ഈ പറയുന്ന ഡെക്കാൻ ട്രാപ്പ് എന്നത്. ഓക്കെ, കറുത്ത മണ്ണിനം കാണപ്പെടുന്ന മേഖലയെ നമ്മൾ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ഈ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ ഒരു മേഖലയുടെ സവിശേഷത. ഡെക്കാൻ പീഠഭൂമിയുടെ ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ചു രൂപം കൊള്ളുന്ന കറുത്ത മണ്ണിനം കാണപ്പെടുന്ന ഈ ഒരു മേഖലയെയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന് വിളിക്കുന്നത്. ഈ ഒരു കറുത്ത മണ്ണ് റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയും ഈ മണ്ണിന് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകാനുള്ള സവിശേഷതയായിട്ടാണ് കരുതുന്നത്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന, റിഗർ സോയിൽ എന്നറിയപ്പെടുന്ന ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ഈ ഒരു മണ്ണ് റിഗർ മണ്ണ് പരുത്തി കൃഷിക്കും ഏറെ പ്രയോജനകരമാണ്. ഇവ വളരെയധികം ഫലപുഷ്ടിയുള്ളതും ജലസംഭരണ ശേഷിയുള്ളതുമാണ്. ഇതിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും പറയുന്നുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയായാണ് പറയുന്നത്. ഈ മണ്ണിനത്തിൽ, ഈ ഒരു റിഗർ മണ്ണിനത്തിൽ ഇത്തരത്തിൽ ധാരാളം ധാതു ലവണങ്ങളും കാണപ്പെടുന്നുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം പോലുള്ള ധാതു ലവണങ്ങളും ഈ ഒരു മണ്ണിന്റെ പ്രത്യേകതയായാണ് പറയുന്നത്. അപ്പൊ ഇതാ ഡെക്കാൻ പീഠഭൂമിയിലെ ഒരു ദൃശ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു അതിർത്തി എന്ന് പറയുന്നത്, ഡെക്കാൻ പീഠഭൂമിയെ പ്രധാനമായും തരംതിരിച്ചിരിക്കുന്നത് പശ്ചിമഘട്ടം എന്നും പൂർവ്വഘട്ടം എന്നുമാണ്. അപ്പൊ അതിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരുകള് മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടം, ഇവിടെ എഴുതിയ കാണുമല്ലോ അല്ലെ? യെസ്, ഓക്കെ. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്നാണ്. കർണാടക, തമിഴ്നാടില് ഈ ഒരു പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് നീൽഗിരി കുന്നുകൾ എന്നാണ്.
കേരളത്തിൽ ആനമലക്കുന്നുകൾ, ഏലമലക്കുന്നുകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ആനമലക്കുന്നുകൾ, ഏലമലക്കുന്നുകൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു പശ്ചിമഘട്ടം. അപ്പൊ ഇത്തരത്തിൽ പശ്ചിമഘട്ടം അതുപോലെ പൂർവ്വഘട്ടവുമാണ് ഡെക്കാൻ പീഠഭൂമിയെ പ്രധാനമായും തരംതിരിച്ച് വെക്കുന്നത്. രണ്ട് അതിരുകളായി കാണപ്പെടുന്നത് ഈ ഒരു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവുമാണ്. കേരളത്തിൽ ഇതിന് സഹ്യപർവ്വതം എന്നൊരു പേര് കൂടി ഉണ്ട്. അപ്പൊ സഹ്യപർവ്വതത്തെ കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടതാണ്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവെ പേര്. പശ്ചിമഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ, ഇവിടെ മാപ്പിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ, ഏതാണ്ട് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. 1600 കിലോമീറ്റർ വരെ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേര് സഹ്യപർവ്വതം എന്നാണ്. സഹ്യപർവ്വതം. ഇപ്പൊ സഹ്യപർവ്വതത്തിന്റെ ഒരു ദൃശ്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിൽ നിൽഗിരി കുന്നുകൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. ഈ ഒരു മലനിര പശ്ചിമ ഘട്ടമാണ്, വെസ്റ്റേൺ ഘട്ട്സ് ആണ്. ഈ ഒരു മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടിക്കൂടിയാണ് വരുന്നത്. വടക്ക് നിന്നും തെക്കോട്ടേക്ക് വരുമ്പോൾ ഈ ഒരു പർവ്വതനിരയുടെ ഉയരം കൂടിക്കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി 2695 മീറ്റർ നീളമുള്ള ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ്. ഉയരം 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, ഇതാണ് ആനമുടിയുടെ ഒരു ദൃശ്യമായിട്ട് തന്നിട്ടുള്ളത്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് പേര്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കേരളത്തിൽ ആനമല എന്നും ഏലമല എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു പശ്ചിമഘട്ട മലനിര. ഇത് കർണാടകം, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി നിരയിൽ ഉൾപ്പെട്ട ദൊഡ്ഡബെട്ട 2637 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഇത് ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കൊടുമുടിയാണ്. തമിഴ്നാട്ടിലാണ് നീലഗിരി നിലയിൽ ഉൾപ്പെട്ട ദൊഡ്ഡബെട്ട കുന്നുകൾ ഉള്ളത്. ഇതിന് 2637 മീറ്റർ ആണ് ഉയരം വരുന്നത്. ഉപദ്വീപീയ ഇന്ത്യയിലെ സംസ്കാരത്തിലും ജനജീവിതത്തിലും നിർണായക സ്വാധീനമുള്ള ഉപദ്വീപീയ നദികളിലേറെയും പിറവി കൊള്ളുന്നത് പശ്ചിമഘട്ട മലനിരയിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാ? നിങ്ങൾക്കറിയാവുന്ന നോക്കിയൊന്ന് നോട്ട് ചെയ്യുക. നമുക്ക് പറയാം. ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ സംസ്കാരത്തെയും ജനജീവിതത്തിലുമൊക്കെ നിർണായക സ്വാധീനമുള്ളവയാണ് ഉപദ്വീപീയ നദികളിൽ ഏറെയും പിറവി കൊള്ളുന്ന ഈ ഒരു പശ്ചിമഘട്ട മലനിരയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രധാനമായും ഗോദാവരി വരുന്നുണ്ട്. കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി ഇവയെല്ലാം തന്നെ ഉൾക്കൊള്ളുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ പഠിക്കും കേട്ടോ. ഇവയെല്ലാം തന്നെ ഉദ്ഭവിക്കുന്നത് ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഇനി ആ മാപ്പിലേക്ക് നമുക്ക് പോകാം. ഇതാ ഇവിടെ മാപ്പ് നോക്കിക്കേ. ഇതിലിത് ഈ ഭാഗത്തായിട്ട് കണ്ടോ ജാവടിക്കുന്നുകൾ, പാൽകൊണ്ട മല, നല്ല മല, അതുപോലെ മഹേന്ദ്രഗിരി. ഇവിടെ കണ്ടോ നല്ല മല കഴിഞ്ഞ് മഹേന്ദ്രഗിരി ഇവയെല്ലാമാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മലനിരകൾ. ജാവടിക്കുന്നുകൾ, പാൽകൊണ്ടമല, നല്ല മല, മഹേന്ദ്രഗിരി ഇവയൊക്കെ ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന മലനിരകളാണ്, പ്രധാനപ്പെട്ട മലനിരകളാണ്. ഇനി ഇവിടെ ചാപ്റ്ററിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതിൽ കണ്ടോ
ജാവടിക്കുന്നുകൾ, പാൽകൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം നമ്മളിപ്പോ മാപ്പിൽ കണ്ടു. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം എന്ന് പറയുന്നത്. പൂർവഘട്ടം പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളുടെ നിരയാണ് പൂർവഘട്ടം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ ആണ് പൂർവഘട്ടത്തിന്റെ ആകെ നീളം. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെയാണ് പൂർവഘട്ടത്തിന്റെ നീളം വരുന്നത്. ഏകദേശം 800 കിലോമീറ്റർ ആണ് വരുന്നത്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തി കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുന്നു. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തുകയും കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുകയുമാണ് ചെയ്യുന്നത്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും നീലഗിരി കുന്നുകളിൽ സംഗമിക്കുന്നു. ഓക്കെ, ഇതില് നമ്മൾ ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പശ്ചിമഘട്ടം കണ്ടിന്യൂഷൻ ഉള്ള മലനിരകളാണ്. ഇവിടെ വല്ലാതെ ഒരു വിടവുകളൊന്നും കാണുന്നില്ല. എന്നാൽ ഇവിടെ കണ്ടോ ഈ ഒരു പൂർവഘട്ടത്തിന് നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ട്. അതിന് കാരണം എന്താന്ന് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു കാരണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ പൂർവഘട്ടത്തിന്റെ തുടർച്ച നഷ്ടപ്പെടുത്തുകയും കിഴക്കൻ തീരസമതലത്തിലൂടെ ഒഴുകുകയും ചെയ്യുന്നു. അടുത്ത പോയിന്റ് ആണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും എവിടെയാണ് സംഗമിക്കുന്നത്? നീലഗിരി കുന്നുകളിലാണ്. നീലഗിരി കുന്നുകൾ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് താഴെ തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപദ്വീപീയ പീഠഭൂമി അതിന്റെ സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അതിൽ ഡെക്കാൻ പീഠഭൂമിയാണ് നമ്മളിപ്പോ കണ്ടത്. രണ്ടാമത്തേതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് മധ്യ ഉന്നത തടം. സത്പുര പർവ്വത നിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. സത്പുര പർവ്വത നിരയ്ക്ക് വടക്ക് ഭാഗത്തുള്ള വിശാലമായ പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക് ആരവല്ലി പർവ്വതമാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്കു പർവ്വതങ്ങൾക്ക് അഥവാ അവശിഷ്ട പർവ്വതങ്ങൾക്ക് റെസിഡ്വൽ മൗണ്ടെയിൻസിന് ഉദാഹരണമാണ് ആരവല്ലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ് ഉള്ളത്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും മൗണ്ട് അബുവാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മധ്യ ഉന്നത തടത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. മാപ്പിൽ നമുക്കതൊന്ന് നോക്കാം. ഇതാണ് മധ്യ ഉന്നത തടം, ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് മധ്യ ഉന്നത തടത്തിൽ പറഞ്ഞിട്ടുള്ളത്? വടക്ക് ഏതിന്? സത്പുര പർവ്വതനിരയ്ക്ക്. നമ്മളിവിടെ പറഞ്ഞാണ് സത്പുരയ്ക്ക് താഴെയായിട്ടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരായിട്ടാണ് നമ്മൾ സത്പുര, മഹാദിയോ, മൈക്കല കുന്നുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സത്പുര പർവ്വതനിരയ്ക്ക് വടക്ക് ഭാഗത്തുള്ള വിശാലമായിട്ടുള്ള ഈ ഒരു പീഠപ്രദേശത്തെയാണ് നമ്മൾ മധ്യ ഉന്നത തടം എന്ന് വിളിച്ചത്. മാൾവ പീഠഭൂമി എന്നും ഈ ഒരു പ്രദേശത്തിന് പേരുണ്ട്. മാൾവ പീഠഭൂമി എന്നും വിളിക്കുന്നുണ്ട് ഈ ഒരു പ്രദേശത്തിന്. ഇതിന്റെ പടിഞ്ഞാറേ അരിക് വരുന്നത് കണ്ടോ ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലി പർവ്വതനിരകളാണ് ഇതിന്റെ ഈ ഒരു ഭൂവിഭാഗത്തിന്റെ പടിഞ്ഞാറേ അരികായിട്ട് വരുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഈ ആരവല്ലി പർവ്വതനിരയുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് ദീർഘകാലമായിട്ട് അപരദന പ്രക്രിയയിലൂടെ, അപരദനം എന്താന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ, അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾ ഫോൾഡ് മൗണ്ടെയിൻസ് ആണ് ഈ ഇവിടെ കാണപ്പെടുന്ന, അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾ റെസിഡുവൽ മൗണ്ടെയിൻസ് ആണ് ഈ പറഞ്ഞ ആരവല്ലി പർവ്വതനിര എന്ന് പറയുന്നത്. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് ആരവല്ലി പർവ്വതനിരയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നതും ഇതേ മൗണ്ട് അബു തന്നെയാണ്. മൗണ്ട് അബു ആണ്. ഓക്കെ, അപ്പൊ മൗണ്ട് അബു, ആരവല്ലി, മാൾവ പീഠഭൂമി ഇവിടെയൊക്കെ ലൊക്കേഷനും നമ്മൾ കണ്ടു. മാപ്പിൽ നിന്ന് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഇപ്പൊ ഇത് പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത നോക്കാം.
മധ്യ ഉന്നത തടത്തിന്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറ് നമ്മളിപ്പോ പറഞ്ഞു ആരാവല്ലി പർവ്വതനിരമാണ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്താണ്, മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകളുടെ, ഇത് കണ്ടോ, രാജ്മഹൽ കുന്നുകളുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ് ഈ പറഞ്ഞ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ഇപ്പൊ ധാതു വിഭവ കലവറയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് പോലെയുള്ള ലോഹധാതുക്കളും അവിടെ കാണപ്പെടുന്നുണ്ട്. ചുണ്ണാമ്പ് കല്ല്, കൽക്കരി പോലെയുള്ള അലോഹധാതുക്കളും ഈ മേഖലയെ കാണപ്പെടുന്നുണ്ട്. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളായി കണക്കാക്കുന്നത്. ധാതുഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് അവിടുത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നീലഗിരിയെ കുറിച്ച് ഇവിടെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. നീലഗിരി തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രങ്ങളാണ് ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവയൊക്കെ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി അഥവാ ഉദകമണ്ഡലം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു നീലഗിരി കുന്നുകൾ എവിടെയാണ്? തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ, തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും കേരളത്തിന്റെയും സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ, നീലഗിരി മലനിരകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട മലയോര സുഖവാസ കേന്ദ്രങ്ങളായ ഊട്ടി, കൂനൂർ, കോട്ടഗിരി എന്നിവയൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു നീലഗിരി കുന്നുകളിലാണ്. പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ടുള്ള നീലഗിരി കുന്നുകളിലാണ് ഈ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കാണപ്പെടുന്നത്. ഇതിൽ ഊട്ടി, ഉദകമണ്ഡലം എന്ന പേരിലുള്ള ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം കുന്നുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാണ്. വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള പുൽമേടുകളും അതുപോലെ തന്നെയുള്ള കാലാവസ്ഥയും സസ്യജാലങ്ങളുടെയും ഒക്കെ പ്രസൻസ് കൊണ്ടും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള കൃഷി, വാണിജ്യ പച്ചക്കറി കൃഷിയും മാലിന്യമുക്തമാക്കപ്പെട്ട പരിസ്ഥിതിയും ഒക്കെ കൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ആകർഷകമായിട്ടാണ് നിലകൊള്ളുന്നത്. ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള ഈ ഒരു നീലഗിരിയെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജൈവ മണ്ഡല ഉദ്യാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യത്തിലേക്ക് വരാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ താപനിലയിലും മഴയിലുമെല്ലാം ഗണ്യമായ സ്ഥലകാല വ്യത്യാസങ്ങൾ പ്രകടമായി കാണുന്നുണ്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമതായിട്ട് ഉഷ്ണമേഖലയിലെ സ്ഥാനം. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ,
ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏതാണ്ട് മിക്ക പ്രദേശങ്ങളും ഉത്തരായന രേഖയ്ക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരായന രേഖ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. ഉത്തരായന രേഖയ്ക്ക് തെക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭൂരിഭാഗവും ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇത് കാലാവസ്ഥയെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുന്നത് അതുകൊണ്ടാണ്. ഇനി ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി. ഭൂപടത്തിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഏതാണ്ട് ഒരു ത്രികോണാകൃതിയിലാണ് ഇത് വരുന്നത്, ഈ ഒരു ആകൃതി വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ആകൃതി പ്രകാരം ഇതിന് സമുദ്രത്തിന്റെ സ്ഥാനം, അതുപോലെ ഈ ഒരു ആകൃതിയിൽ വരുന്ന സ്ഥലങ്ങളുടെയൊക്കെ സവിശേഷതയൊക്കെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവയുടെയൊക്കെ കാലാവസ്ഥ അതിനാൽ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ സമുദ്രത്തിൽ നിന്നുള്ള അകലം, സമുദ്രത്തിൽ നിന്നും അകലം കൂടുമ്പോൾ വേനൽക്കാലവും ശൈത്യകാലവും കൂടുതൽ തീക്ഷ്ണമാവുകയാണ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. സമുദ്രത്തിന്റെ സാമീപ്യം കാലാവസ്ഥയെ മിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പർവ്വതനിരകളുടെ കിടപ്പ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് പടിഞ്ഞാറായിട്ട് ആരവല്ലി പർവ്വതനിരകളുമാണ് ഉള്ളത്. അപ്പൊ ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കാലാവസ്ഥാ വ്യത്യാസത്തിൽ നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. മൺസൂൺ കാറ്റിന്റെ ഗതി. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും കനത്ത മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ കിഴക്കേ ചെരുവിൽ ഒരു മഴനിഴൽ പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ മഴ ലഭിക്കുന്നില്ല. കൂടാതെ മധ്യ ഇന്ത്യയിൽ മിതമായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത്. വടക്കു കിഴക്കൻ മൺസൂണിൽ നിന്ന് ഉപദ്വീപീയ പീഠഭൂമിയിൽ മഴ ലഭിക്കുന്നില്ല. അപ്പൊ ഇതുകൊണ്ടാണ് മൺസൂൺ കാറ്റിന്റെ ഗതി ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നത്. ഓക്കെ ആണല്ലോ. പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. പർവ്വത മേഖലകളിൽ ഒഴിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്ത് ശരാശരി താപം ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില സാധാരണ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുമുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പൊതുവെ കുറഞ്ഞ താപനിലയാണ് രേഖപ്പെടുത്താറ്. പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം ഡൈയൂറിനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ദൈനിക താപാന്തരം എന്ന്, അതിവിടെ കൊടുത്തിട്ടുമുണ്ട്. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം ദൈനിക താപാന്തരം പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് വളരെയധികം കൂടുതലായിരിക്കും. രാത്രിയുടെ താപം ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. ഇവിടെ ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്ന നോക്കാം. ഉപദ്വീപിന് പുറത്തും പീഠഭൂമിയോ? അതെ, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിക ശിലാനിർമ്മിത ഭാഗങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ നോട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർക്കുന്നുണ്ടോ? കൂടാതെ ഇന്ത്യയുടെ വടക്കു കിഴക്കായി വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിക്കും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കുന്നു. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി മാത്രമല്ല, രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗവും അതുപോലെ മേഘാലയ പീഠഭൂമിയും കച്ച് കത്തിയവാർ പോലുള്ള ഗുജറാത്തിലെ മേഖലയിലെ ശിലാതലപ്പുകളിലും ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. ഊട്ടി, കൊടൈക്കനാൽ, വയനാട് തുടങ്ങിയ പ്രദേശങ്ങൾ ഉഷ്ണമേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും തണുത്ത കാലാവസ്ഥയാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഓൾറെഡി നമ്മൾ ഇതിന്റെ ആൻസർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുന്നുണ്ടോ? ഇത് കിട്ടുന്നുണ്ടോ?
എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളെല്ലാം ഉഷ്ണമേഖലയിലാണെങ്കിൽ ട്രോപ്പിക്സിലാണ് എങ്കിൽ കൂടി തണുത്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവയുടെ ഉയരം തന്നെയാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുന്തോറും താപനില കുറയുമെന്നൊരു പൊതുവായിട്ടുള്ള ഒരു പ്രകൃതി നിയമം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. അതായത് ഭൂമധ്യരേഖയോട് അടുത്താണെങ്കിൽ കൂടിയും ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ ഉയർച്ചയാണ് ഈ ഒരു തണുപ്പിന് കാരണം. ക്ലിയർ ആണല്ലോ. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവ് ഒഴികെയുള്ള ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ മിതമോ വിരളമോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മൺസൂൺ കാറ്റിന്റെ ഗതിയൊക്കെ അതിന് കാരണമായിട്ടുള്ളതാണ്. അതാണ് ഇവിടെ ഇനി പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പടിഞ്ഞാറേ ചെരുവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത്. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയാണ് ഈ ഒരു കാലത്ത് ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങളിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. അതായത് 50 സെന്റിമീറ്ററിൽ പോലും അതിൽ പോലും കുറവ് അളവിലാണ് ഇവിടെ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ, റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് വിളിക്കുന്നത്. അതായത് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് 2 തരം മൺസൂൺ ആണ്. ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും 2 വടക്ക് കിഴക്കൻ മൺസൂണും. ഇതിൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ലഭിക്കുന്ന മൺസൂൺ ആണ് ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഇത് മാപ്പിൽ പറയുകയാണെങ്കിൽ മാപ്പിൽ നോക്കിക്കേ, ഇവിടെ സൗത്ത് വെസ്റ്റേൺ മൺസൂൺ വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ഓഷ്യനിൽ ഹൈ പ്രഷർ ഫോം ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ഭാഗത്തായിട്ട് ലോ പ്രഷർ ഫോം ചെയ്യുമ്പോൾ നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലേക്കാണ് വിൻഡ് ഫ്ലോ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ 2 ശാഖകളായിട്ടാണ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. എങ്ങനെയാണ്? അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ചെറിയ ക്ലാസ്സുകളിലെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടില്ല എന്നാണ് കേട്ടോ. അപ്പൊ അത് പഠിക്കണേ, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ 2 ശാഖകളായിട്ടാണ് പറയുന്നത്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമാണ്. അപ്പൊ ഒന്നാമത് നമുക്കിവിടെ അറബിക്കടൽ ശാഖ വരുമ്പോൾ അറബിക്കടലിന്റെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖ ഇങ്ങനെ ഇവിടേക്ക് വീശി വരുന്ന സമയത്ത് ഇവിടെ ഇതാ പശ്ചിമഘട്ട മലനിരയാണ് ഉള്ളത്. പശ്ചിമഘട്ട മലനിരയിൽ തട്ടി ഇവിടുന്ന് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഏരിയയിൽ കേരളത്തിന്റെ ഭാഗം, ഈ ഒരു കർണാടക ഭാഗം, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മഴ നന്നായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു മേഖല ഇത് മുകളിലേക്ക് ഇങ്ങനെ ആരവല്ലി പർവ്വതനിരയുടെ സൈഡിലൂടെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഈ ഒരു വിങ് എന്ന് പറയുന്നത് ഏത്? ബംഗാൾ ഉൾക്കടലിന്റെ ശാഖ എന്ന് പറയുന്നത് ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയി ഇവിടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ ഇവിടെ ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ ഭാഗത്ത് മഴ പെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മേഘാലയയുടെ ഒരു മൗസിൻഡ്രം ഒക്കെ അല്ലേ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഭാഗം. അത്തരത്തിൽ മഴ നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവ മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ഈ ഒരു ഹിമാലയ ഭാഗത്തിന്റെ ഭാഗത്തായിട്ട് പോയിട്ട് ഇവിടെ പഞ്ചാബ് ഏരിയയിലാണ് കൂടുതലായിട്ടും മഴ നൽകുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഈ നടുഭാഗത്ത് അധികം മഴ ലഭിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നത് മഴനിഴൽ പ്രദേശം എന്നുള്ളത്. എവിടെയാണത്? ഇവിടെ താഴെ. ഓക്കെ, മഴനിഴൽ പ്രദേശം. അത് ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവൊഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ മഴ വിരളമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പടിഞ്ഞാറേ ഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ തട്ടി ഈർപ്പവാഹിയായിട്ടുള്ള വായു തണുക്കുകയും കാറ്റിനഭിമുഖമായിട്ടുള്ള വശത്ത് വലിയ തോതിൽ മഴയുണ്ടാവുകയും ചെയ്യുന്നു. നമ്മൾ നേരത്തെ കണ്ടു. ഏകദേശം 250 മുതൽ 400 സെന്റിമീറ്റർ വരെയുള്ള മഴയാണ് ലഭിക്കുന്നത്. എന്നാൽ
പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഭാഗത്ത് ഈർപ്പരഹിതമായിട്ടുള്ള വായു ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ് മഴ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ 50 സെന്റിമീറ്ററിൽ താഴെയാണ് മഴ ലഭിക്കുന്നത്. എന്തുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നു. അതാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. എന്താണ് മഴ നിഴൽ പ്രദേശം എന്നുള്ളത് ഇതും നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ നോട്ടിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാല് ഇതിവിടെ കണ്ടോ, കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖമായ വശത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെയാണ് മഴ നിഴൽ പ്രദേശങ്ങൾ അഥവാ റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇതാ ഇവിടെ കടലിൽ നിന്നും ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് ഇങ്ങനെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു മലമേഖലയുടെ കാറ്റിന് അഭിമുഖമായിട്ടുള്ള വശം എന്ന് പറയുന്നത്. ഇത് കാറ്റിന് പ്രതിമുഖമായിട്ടുള്ള വശമാണ്. ഇങ്ങോട്ടേക്ക് കാറ്റിന് പ്രതിമുഖമാണ്, ഇങ്ങോട്ടേക്കാണ് കാറ്റിന് അഭിമുഖമായിട്ടുള്ള വശം. ഈ കടലിൽ നിന്ന് ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് പർവ്വതങ്ങളിൽ തട്ടി ഉയരുകയും ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ഈ വായു അല്ലെങ്കിൽ കാറ്റ് ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും ഈ ഒരു പ്രദേശത്ത് കാറ്റിന് അഭിമുഖമായിട്ടുള്ള ഭാഗത്ത് മഴ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ വായുവിലെ ഈർപ്പമെല്ലാം ഇവിടെ മഴയായി പെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ കാറ്റ് പിന്നീട് മൂവ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത്, കാറ്റിന് പ്രതിമുഖമായിട്ടുള്ള ഈ ഭാഗത്ത് ഈർപ്പരഹിതമായിട്ടുള്ള കാറ്റാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? മഴ പൊതുവെ കുറവായിരിക്കും. ഇതിനെയാണ് മഴ നിഴൽ പ്രദേശം അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ, താപ്തി നദീതടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ കാലയളവിലാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നത്. ഇനി വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാക്കുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. അതായത് ഇന്ത്യയിൽ ഉടനീളം നല്ല രീതിക്ക് മഴ ലഭിക്കുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൺസൂൺ എന്ന് പറയുന്നത് തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അതിൽ പോലും ഈ ഒരു ഏരിയയിൽ അധികം മഴ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മഴ വിരളമായാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ചാണ്, നോർത്ത് ഈസ്റ്റ് മൺസൂണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു മൺസൂണും എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ നോർത്ത് ഈസ്റ്റേൺ ഈ ഭാഗത്തു നിന്ന് ഈ ഒരു വിൻഡ് എങ്ങനെയാണ് താഴത്തേക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പൊ കൊറോമൻഡൽ കോസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തേക്ക്, തമിഴ്നാട്, ആന്ധ്ര ഈ ഒരു ഭാഗത്തേക്കൊക്കെയാണ് ഈ ഒരു കാറ്റിന്റെ എഫക്റ്റ് കൊണ്ട് മഴ ലഭിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് പറയുന്നത്. ഈ ഒരു കാലത്തും ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരിക്കും. കാരണം ഈ ഒരു ഏരിയയിലേക്ക് എങ്ങനെയാണ് മഴ ലഭിക്കുന്നില്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, എങ്ങനെയാണ് ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് എവിടെയാണ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ വൻതോതിൽ മഴ ഉണ്ടാക്കുമ്പോൾ പോലും ഈ ഒരു പീഠഭൂമി ഭാഗത്ത് മഴ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു മഴ നിഴൽ പ്രദേശമൊക്കെ അനുഭവപ്പെടുന്നത്. ഇനി ഉപദ്വീപീയ നദികളിലേക്ക് വരാം. ഉപദ്വീപീയ നദികൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കോട്ടൊഴുകുന്നവയെന്നും പടിഞ്ഞാറോട്ടൊഴുകുന്നവയെന്നും രണ്ടായി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കാം. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഉപദ്വീപീയ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം ചിത്രകാരന്റെ ഭാവനയിൽ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പശ്ചിമഘട്ടം ഉയർന്നിട്ടാണ് ഇവിടെ ഒരു ചരിവാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പൂർവ്വഘട്ടം പശ്ചിമഘട്ടത്തേക്കാൾ ഉയരം കുറഞ്ഞാണ് കാണപ്പെടുന്നത്. നോക്കാം.
ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ്. നമ്മളിപ്പോ കണ്ടു. പൂർവ്വഘട്ടം പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താഴെയാണ്, ഒരു കിഴക്കോട്ടേക്കാണ് ചരിവുള്ളത്. ഇതിലെ ഉയർന്ന ഭാഗം പശ്ചിമഘട്ടമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ്, വാട്ടർ ഡിവൈഡ് ആണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഉയർന്ന ഭാഗം പശ്ചിമഘട്ടമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പോലെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഒരു ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. ജലവിഭാജകമാണ്, വാട്ടർ ഡിവൈഡ് ആണ് പശ്ചിമഘട്ടം. എന്താണ് ജലവിഭാജകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് നീർത്തടങ്ങൾ, അതായത് ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേരുന്ന ഭാഗത്തിനാണ് നീർത്തടം എന്ന് പറയുന്നത്. ഈ നീർത്തടങ്ങൾ, രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് വാട്ടർ ഡിവൈഡ് അല്ലെങ്കിൽ ജലവിഭാജകം എന്ന് പറയുന്നത്. നമുക്ക് ആ ടേംസ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ. പശ്ചിമഘട്ടവും മധ്യ ഉന്നത തടത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന ആരാവല്ലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ എന്നും, പിന്നീടുള്ളത് വടക്കോട്ടൊഴുകി യമുനയിലും പിന്നീട് ഗംഗയിലും ചേരുന്ന നദികൾ എന്നുമാണ്. എങ്ങനെയാണ് ഇവിടെ പറഞ്ഞത് നോക്കിക്കേ. എങ്ങനെയാണ്? പശ്ചിമഘട്ടവും അതുപോലെ മധ്യ ഉന്നത തടവും കൂടി ചേർന്ന് മലനിരകളും അതുപോലെ ഡൽഹി കുന്നുകളും ഒക്കെ ചേർന്നിട്ട് വരുന്ന ആരവല്ലി നിരയും ഒക്കെ ചേർന്ന് ഒഴുകുന്ന ഈ ഒരു ഉപദ്വീപിന്റെ നിരക്കിനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് എവിടെയാണ്? കിഴക്കോട്ടേക്ക് ഒഴുകിക്കൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന നദികളായിട്ടും, പടിഞ്ഞാറോട്ടൊഴുക്കി ഒഴുകിയിട്ട് അറബിക്കടലിൽ ചേരുന്ന നദികളായിട്ടും, അതിനുശേഷം വടക്ക് ഭാഗത്തോട്ട് ഒഴുകിയിട്ട് ഗംഗയിലേക്ക് ചേരുന്ന നദികളുമായിട്ടാണ് മൂന്നായി തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ പഠിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. നദികൾ ഏതൊക്കെയാണ്, അവയുടെ സവിശേഷതകളും ഒക്കെ നമുക്ക് പഠിക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാജകം, വാട്ടർ ഡിവൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വാട്ടർ ഡിവൈഡ് എന്താണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. വൃഷ്ടിപ്രദേശം, കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാല് ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തെ വൃഷ്ടിപ്രദേശം അഥവാ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നു. നീർത്തടം എന്താന്ന് വെച്ചാൽ ഡ്രൈനേജ് ബേസിൻ എന്ന് വെച്ചാൽ ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടം അഥവാ ഡ്രൈനേജ് ബേസിൻ എന്ന് പറയുന്നത്. ആ നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഡ്രൈനേജ് ബേസിൻ. ജലവിഭാജകം എന്താന്ന് വെച്ചാല് രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് പറയുന്നു. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാല് ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശം. നീർത്തടം എന്നാല് ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശം. ജലവിഭാജകം എന്നാൽ രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഓക്കെ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്കു ദിശയിലേക്ക് ഒഴുകി കിഴക്കൻ തീര സമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന നദികൾ. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുള്ളത്. മഹാനദി ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ കൃഷ്ണ, ഗോദാവരി, കാവേരി. ഓക്കെ, ഈ നദികളും ഇവയുടെ പോഷക നദികളുമാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. അപ്പൊ ഓരോ നദിയുടെയും ഉദ്ഭവം, അവയുടെ പോഷക നദികൾ, നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളുമാണ് തന്നിട്ടുള്ളത്. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. കൃത്യമായി മാറിപ്പോവാത്ത രീതിയിൽ പഠിച്ചു വെക്കുക. മഹാനദിയുടെ ഉദ്ഭവം എവിടെയാണ്?
ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവയിലാണ് മഹാനദിയുടെ ഉദ്ഭവം വരുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബ് ടെൽ എന്നിവ മഹാനദിയുടെ പോഷക നദികളാണ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയായ ഷിയോനാദും ഈ ഒരു മഹാനദിയുടെ പോഷക നദിയാണ് കേട്ടോ. അപ്പൊ ഷിയോനാദ്, ഇബ്, ടെൽ എന്നിവയൊക്കെയാണ് ഈ മഹാനദിയുടെ പോഷക നദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് പ്രധാനമായും ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവ. ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നിവയാണ് മഹാനദി ഉൾക്കൊള്ളുന്ന നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ. അടുത്തത് ഗോദാവരിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക് ആണ് ഗോദാവരിയുടെ ഉദ്ഭവസ്ഥാനം. മഹാരാഷ്ട്രയിലെ നാസിക് ആണ് ഗോദാവരി നദിയുടെ ഉദ്ഭവസ്ഥാനം എന്ന് പറയുന്നത്. ഗോദാവരി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഈ ഗോദാവരി. അതുപോലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഗോദാവരിയാണ്. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നുമാണ് ഉദ്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളാണ്, ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉദ്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവ. ഗോദാവരിയുടെ പോഷക നദി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഗോദാവരിയുടെ പോഷക നദി ഏത് എന്ന് PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശബരി ആയിരുന്നു അവിടെ ആൻസർ ആയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അതുപോലെ പ്രധാനപ്പെട്ടവ ഏത് എന്നുള്ളതൊക്കെ പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും അറിയുന്നുണ്ടാവും, ഇല്ലാത്തവര് ഇനി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇതല്ലാതെ ഇനിയുണ്ട് പെൻഗംഗ, മഞ്ചീര, പൂർണ തുടങ്ങി ധാരാളം പോഷക നദികൾ ഇനിയും ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ടവയെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ശബരി, പ്രാൺഹിത, ഇന്ദ്രാവതി എന്നിവയാണ് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ഗോദാവരി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ. ഇനി കൃഷ്ണയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണ നദി ഉദ്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് കൃഷ്ണ നദി. പ്രധാനപ്പെട്ട പോഷക നദികൾ തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയൊക്കെയാണ്. തുംഗഭദ്ര, ഭീമ, കൊയ്ന. ഇത് കൂടാതെ ഗൗഡപ്രഭ, മാലപ്രഭ, പഞ്ച്ഗംഗ, മൂസി ഇവയൊക്കെ തന്നെ കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദികളാണ്. തുംഗഭദ്ര, ഭീമ, കൊയ്ന ഇവയൊക്കെ കൃഷ്ണയുടെ പ്രധാന പോഷക നദികളാണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് എന്നതൊക്കെയാണ് കേട്ടോ. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ്. അടുത്തത് കാവേരി. ബ്രഹ്മഗിരി കുന്നുകൾ. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ, പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാലും കാവേരി തന്നെയാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് കാവേരിയാണ്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് കബനി, ഭവാനി, അമരാവതി എന്നിവ. കബനി, ഭവാനി, പാമ്പാർ, അമരാവതി, അർക്കവതി, ലക്ഷ്മണതീർത്ഥം, ഹരംഗി ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നിവയാണ് കാവേരി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ. കർണാടകം, തമിഴ്നാട്, കേരളം. ഈ കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കർണാടകം, തമിഴ്നാട് എന്നിവയാണ് കേട്ടോ. കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ 1990 നിലവിൽ വന്നത്. നമുക്ക് അവയെക്കുറിച്ച് താഴെ പഠിക്കാനുണ്ട് കേട്ടോ. കാവേരി നദീജല തർക്കം കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടാക്കിയ കരാർ 1924 മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുമെന്ന് തമിഴ്നാടും നിലപാടെടുത്തു.
പ്രശ്നം പഠിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രൈബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തു വന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കുകയും ചെയ്തു. ഇതിൻ പ്രകാരം പ്രതിവർഷം 419 TMC 1000 മില്യൺ ക്യൂബിക് ഫീറ്റ്, അതാണ് TMC ജലം. ഇത്രയും TMC 419 TMC ജലം തമിഴ്നാടിനും 270 TMC ജലം കർണാടകത്തിനും 30 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിക്കുകയാണ് ചെയ്തത്. ഇതെവിടെ തന്നിട്ടുണ്ട്? 1 TMC എന്നാൽ 1000 ദശലക്ഷം ക്യൂബിക് അടിയാണ്. ഓക്കെ, 1000 മില്യൺ ക്യൂബിക് ഫീറ്റ് ആണ് 1 TMC എന്ന് പറയുന്നത്. ഈ ഒരു തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചനാ ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. അപ്പോൾ എന്താണ് കാവേരി നദീജല തർക്കം എന്ന് മനസ്സിലായി. കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ കാവേരി നദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ്, ഈ ഒരു തർക്കമാണ് ഇത്. ഇതില് നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് 1924 ഒരു കരാർ ഉണ്ടായിരുന്നു. ഇത് മദ്രാസ് പ്രസിഡൻസിക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ കർണാടക ആവശ്യപ്പെട്ടു ഇത് അസാധുവാക്കണമെന്ന്. എന്നാൽ തമിഴ്നാട് അത് അസാധുവാക്കരുത് എന്നും ഒരു നിലപാടാണ് എടുത്തത്. ഈ പ്രശ്നം പഠിക്കുന്നതിനായിട്ട് 1990 ഒരു ട്രൈബ്യൂണൽ വരികയും 2007 അതിനൊരു അന്തിമ റിപ്പോർട്ട് വരികയും ചെയ്തതിന് പ്രകാരം തമിഴ്നാടിനും കർണാടകത്തിനും കേരളത്തിനും കൂടാതെ പുതുച്ചേരിക്കും ഒരു നിശ്ചിത അളവിൽ ജലം വിതരണം ചെയ്യണം എന്നൊരു നിലപാടിലേക്ക് വരികയാണ് ചെയ്തത്. പിന്നീടും ഈ ഒരു പ്രശ്നം തീർന്നിട്ടില്ല എന്ന നിലയ്ക്ക് സംസ്ഥാനങ്ങളുടെ ഈ ഒരു പുനരാലോചനാ ഹർജികൾ ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. നമ്മളിവിടെ പറഞ്ഞല്ലോ, ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഗോദാവരി നദിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. നമ്മൾ നേരത്തെ പറഞ്ഞു. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നുണ്ട്. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ പീഠഭൂമി. നീളം പഠിച്ചിരിക്കണം, 1465 കിലോമീറ്റർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 1465 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. 1465 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. കൃഷ്ണ നദിയാണ് 2ാം സ്ഥാനത്ത്, കാവേരി നദി 3ാം സ്ഥാനത്താണ് ഉള്ളത്. ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. അതായത് ഹിമാലയൻ നദികൾ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹിമാലയൻ നദികൾ വർഷം മുഴുവൻ നീരൊഴുക്കുള്ളവയാണ്. അവയ്ക്ക് മഴയിൽ നിന്നും അതുപോലെ ഹിമാനികളിൽ മഞ്ഞുരുകിയും അവയ്ക്ക് ജലം ലഭിക്കുന്നത് കൊണ്ട് വർഷം മുഴുവനും ഹിമാലയൻ നദികളിൽ ജലം ഉണ്ടാവും. എന്നാൽ ഉപദ്വീപീയൻ നദികൾ നീരൊഴുക്ക് പൊതുവെ കാലിക സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് മഴയിൽ നിന്നുള്ള ജലം കാരണം നീരൊഴുക്ക് അധികമായി നിറഞ്ഞൊഴുകുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഉപദ്വീപീയൻ നദികൾ കാലിക സ്വഭാവമുള്ളവയാണ്. എന്നാൽ ഇവയിൽ വ്യത്യാസമുള്ള ഒരു നദിയാണ് കാവേരി. അതായത് ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവൊന്നും കാണാറില്ല. കാരണം എന്താന്ന് വെച്ചാല് ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശം എന്താന്ന് മനസ്സിലായല്ലോ? വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കുണ്ടാവുന്നത്. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ലഭിക്കും, ശൈത്യകാലത്ത് വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കും. അതുകൊണ്ട് എന്താണ് കാവേരി നദി വറ്റിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല, വർഷം മുഴുവൻ നീരൊഴുക്കുണ്ടാവും. അപ്പൊ ഇതൊരു എക്സെപ്ഷണൽ കേസാണ് കേട്ടോ. അടുത്തത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരുവിൽ ഉദ്ഭവിച്ച് പടിഞ്ഞാറൻ തീര സമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്.
എന്നാൽ ഇവിടെ നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉദ്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാന്തർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. നർമ്മദ, താപ്തി നദികളെ കുറിച്ചുള്ള വിശദാംശമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് നർമ്മദ, താപ്തി നദികൾ ഒഴികെയുള്ള മറ്റ് നദികൾ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ചരിവിൽ ഉദ്ഭവിച്ചുകൊണ്ട് ഇവ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ അതിവേഗം ഒഴുകിക്കൊണ്ട് അറബിക്കടലിൽ പതിക്കുന്നവയാണ്. എന്നാൽ ഈ നദികൾ, നർമ്മദ, താപ്തി നദികൾ മധ്യ ഉന്നത തടം, ലൊക്കേഷനൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലോ അല്ലെ, മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശത്തിൽ ഉദ്ഭവിക്കുകയും, എവിടെ ഉദ്ഭവിക്കുന്നതെന്നൊക്കെ നമ്മളിപ്പോ പറയൂ കേട്ടോ, ഉദ്ഭവിക്കുകയാണ് ചെയ്യുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയുണ്ട്. ജബൽപൂരിന് സമീപമായിട്ട് ദുവാന്തർ വെള്ളച്ചാട്ടമുണ്ട്. ദുവാന്തർ വെള്ളച്ചാട്ടമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സർദാർ സരോവർ വിവിധോദ്ദേശ പദ്ധതിയൊക്കെ നർമ്മദ നദിയിലാണ്. ഓക്കെ, നർമ്മദ നദി എവിടെയാണ് ഉദ്ഭവം? നർമ്മദ നദിയുടെ ഉദ്ഭവം വരുന്നത് അമർകണ്ടകിലാണ്, അമർകണ്ടക് പ്ലേറ്റ്യൂവിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലെ മൈക്കല പർവ്വതനിരകളിലെ അമർകണ്ടക് പ്ലേറ്റ്യൂ, അമർകണ്ടക് പീഠഭൂമിയിലെ പടിഞ്ഞാറൻ ചരിവിൽ നിന്നാണ് നർമ്മദ നദി ഉദ്ഭവിക്കുന്നത്. മധ്യപ്രദേശിലെ മൈക്കല കുന്നുകളിൽ മൈക്കല പർവ്വതനിര കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ മാപ്പിലെ? ഇത് ഇവിടെ ഈ ഒരു മാപ്പ് നോക്കി, ഇത് കണ്ടോ, മൈക്കല കുന്നുകൾ കണ്ടോ, മൈക്കല കുന്നുകൾ. മധ്യപ്രദേശിലെ മൈക്കല കുന്നുകളിലെ അമർകണ്ടക് പ്ലേറ്റ്യൂവിൽ നിന്നാണ് ഈ ഒരു നർമ്മദ നദി ഉദ്ഭവിക്കുന്നത്. ഈ മാപ്പ് നോക്കിക്കേ, ഇത് കണ്ടോ, നർമ്മദ, താപ്തി ഇവയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. ഇവിടെ നിന്ന് ഉദ്ഭവിച്ച് ഇങ്ങനെ നർമ്മദ നദി അറബിക്കടലിലേക്കാണ് പോകുന്നത്. താപ്തി ഇവിടെ നിന്നും ഉദ്ഭവിച്ച് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ എവിടെത്തി? നർമ്മദ മധ്യപ്രദേശിലെ മൈക്കല പർവ്വതനിരയിൽ നിന്നും അമർകണ്ടക് പ്ലേറ്റ്യൂവിൽ നിന്നുമാണ് ഉദ്ഭവിക്കുന്നത് നർമ്മദ നദി. നീളം വരുന്നത് 1312 കിലോമീറ്റർ ആണ്. ഓക്കെ, പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബൻജാർ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് ഹിരൺ, ബൻജാർ. കൂടാതെ ഷേർ, താവ എന്നിവയും പ്രധാനപ്പെട്ട പോഷക നദികളാണ്. എന്നിവയും പ്രധാനപ്പെട്ട പോഷക നദികളാണ് നർമ്മദയുടെ. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവയാണ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, നർമ്മദ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ. അടുത്തത് താപ്തി എവിടെയാണ് ഉദ്ഭവിക്കുന്നത്? മധ്യപ്രദേശിൽ തന്നെയാണ്. മധ്യപ്രദേശിലെ സത്പുര പർവ്വതനിരയിലെ മുൾത്തായി വനത്തിൽ നിന്നാണ്, മുൾത്തായി റിസർവ് വനത്തിൽ നിന്നാണ് താപ്തി നദി ഉദ്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് പൂർണ, ഗിർന എന്നിവയൊക്കെ. പ്രധാനപ്പെട്ട പോഷക നദികൾ പൂർണ, ഗിർന എന്നിവയാണ്. ഈ താപ്തി നദി ഉണ്ടല്ലോ, താപ്തി നദി നർമ്മദയുടെ ഇരട്ട എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതാണ് താപ്തി നദി. അതുകൂടാതെ നർമ്മദാ നദിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞ ഗോദാവരി ഇല്ലേ, നർമ്മദാ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാലും താപ്തി നദിയാണ് കേട്ടോ, താപ്തി നദി. അപ്പൊ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതാണ്? പൂർണ, ഗിർന എന്നിവയാണ്. താപ്തി നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ സെയിം ആണ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഓക്കെ, ഇനി നമ്മളിവിടെ പറഞ്ഞ കുറച്ച് പോയിന്റ്സിനെ ഒന്നുകൂടെ എൻട്രി ചെയ്യാണ്. എന്താണ്? മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വര. മാർബിൾ ശിലകളിൽ മനോഹരമായ ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ നർമ്മദയാണ് കേട്ടോ. മാർബിൾ ശിലയിൽ മനോഹരമായ ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്ന നദി നർമ്മദയാണ്. നർമ്മദ എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം നൽകുന്നത് എന്നാണ് കേട്ടോ. നർമ്മദ എന്നാൽ സന്തോഷം നൽകുന്നത്. ഇനി ജബൽപൂരിനടുത്ത്, ഇവിടെ പറഞ്ഞ അതേ പോയിന്റ് ആണ്, ജബൽപൂരിനടുത്ത് നർമ്മദാ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ദുവാന്തർ. വെള്ളച്ചാട്ടം എവിടെയാണ്? നർമ്മദാ നദിയിലാണ്. ജബൽപൂരിനടുത്ത് നർമ്മദാ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടമാണ് ദുവാന്തർ വെള്ളച്ചാട്ടം. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഡാമാണ്
സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. ഗുജറാത്തിലെ ഈ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നത്. ഈ ഒരു പദ്ധതിയുടെ, ഈ ഒരു സംഘടനയുടെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ് മേധാ പട്കർ ആണ്. അതാണ് നമ്മൾ ഇവിടെ ഇനി പറയുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നത്. നർമ്മദ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായിട്ടുള്ള നിരവധി ഡാമുകൾ ഈ ഒരു പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെ ആരംഭിച്ച ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ പ്രക്ഷോഭമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ ഒരു പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 1999 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ് എന്ന് വേണം പറയാനായിട്ട്. എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് ക്ലിയർ ആണല്ലോ. ഓക്കെ, നമ്മൾ 2 തരത്തിലുള്ള നദികളുടെ ഒഴുക്കിനനുസരിച്ചുള്ള 2 വ്യത്യസ്ത രീതി പറഞ്ഞു. എന്താണ്? കിഴക്കോട്ട് ഒഴുകുന്ന നദിയും പറഞ്ഞു, അതുപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയും പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞത് 3ാമത്തെ വിഭാഗമാണ് വടക്കോട്ടൊഴുകി യമുനയിലേക്കും പിന്നീട് ഗംഗയിലേക്കും ചേരുന്ന നദികൾ എന്ന്. അതാണ് ഇനി പറയുന്നത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉദ്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നു ചേരുന്ന പ്രധാന നദികളാണ് ചമ്പൽ, ബെത്വ, സിന്ധ്, കെൻ, സോൺ എന്നിവയൊക്കെ. സോൺ യമുനയിലേക്ക് ചേരാതെ നേരിട്ട് ഗംഗാ നദിയിലേക്കാണ് ചേരുന്നത്. ഈ നദികളെ ഗംഗാ നദിയുടെ ഉപദ്വീപീയ പോഷക നദികൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഉപദ്വീപീയ പോഷക നദികൾ. ചമ്പൽ റിവൈനുകൾ. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദിയും ചേർന്ന്, ചമ്പൽ നദിയും അതിന്റെ പോഷക നദിയും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതകളാണ്. ഇവയാണ് റവൈൻസ് എന്ന് അറിയപ്പെടുന്നത്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി, ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി അറിയപ്പെടുന്നത്. ഇതാണ് റവൈനുകൾ. മാൾവ പീഠഭൂമിയുടെ, മാൾവ ലൊക്കേഷനൊക്കെ കാണണം കേട്ടോ, മനസ്സിലായി. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും അതുപോലെ അവയുടെ പോഷക നദികളും ചേർന്ന് തുടർച്ചയായി അപരദന പ്രക്രിയയിലൂടെ ചാലുകൾ പോലെയുള്ള ഒരു നിഷ്ഫല ഭൂപ്രകൃതി, ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി സൃഷ്ടിക്കുന്നുണ്ട്. അതിനെയാണ് റവൈൻസ് എന്നാണ് കേട്ടോ, റവൈൻ എന്നാണ് പറയുന്നത്. റവൈൻസ് എന്നാണ് ഈ ഒരു ഭൂസവിശേഷത അറിയപ്പെടുന്നത്. റവൈൻസ് എന്ന ഭൂസവിശേഷത രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ചമ്പൽ റവൈൻസ് തന്നെയല്ലേ പറഞ്ഞത്? റവൈൻസ് തന്നെയാണ് കേട്ടോ, ചമ്പൽ റവൈൻസ്. ഓക്കെ. ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജലസേചനത്തിനായും ഊർജോൽപാദനത്തിനായും വിനോദസഞ്ചാരത്തിനായും ഒക്കെ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിലെ ചില പ്രധാന വിവിധോദ്ദേശ നദീതട പദ്ധതികളെയാണ് ഇനി ഇവിടെ പഠിക്കുന്നത്. നദീതട പദ്ധതി, നദി, സംസ്ഥാനം എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. നദീതട പദ്ധതി, ഹിരാക്കുഡ് നദീതട പദ്ധതി മഹാനദിയിലാണ്, ഒഡീഷയാണ് സംസ്ഥാനം. ഹിരാക്കുഡ് നദീജല പദ്ധതി നദിയിലാണുള്ളത്. എവിടെയാണ്? ഒഡീഷയാണ്, ഒഡീഷ. ഇനി തുംഗഭദ്ര നദീതട പദ്ധതി, കൃഷ്ണ നദിയുടെ പോഷക നദിയായിട്ടുള്ള തുംഗഭദ്ര നദിയിലാണ് തുംഗഭദ്ര പദ്ധതി ഉള്ളത്. കർണാടകത്തിലാണ്.
സർദാർ സരോവർ നദീതട പദ്ധതി നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ, ഗുജറാത്തിലാണ്, നർമ്മദ നദിയിലാണ് സർദാർ സരോവർ നദീതട പദ്ധതി. ഇനി കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി കർണാടകത്തിലെ കാവേരി നദിയിലാണ്. കാവേരി നദിയിലാണ് കൃഷ്ണരാജസാഗർ പദ്ധതി. നിസാം സാഗർ പദ്ധതി ആന്ധ്രാപ്രദേശിലാണ്, ഗോദാവരി നദിയിലാണ്. കൃഷ്ണരാജസാഗർ കർണാടകത്തിലെ കാവേരി നദിയിലും നിസാം സാഗർ ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയിലുമാണ്. ഓക്കെ, അപ്പൊ ഇത് എടുത്ത് തന്നെ പഠിച്ചിരിക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷ. തുംഗഭദ്ര നദിയാണ്, കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്, കർണാടകത്തിലാണ്. സർദാർ സരോവർ ഡാം വരുന്നത്, സർദാർ സരോവർ നദീതട പദ്ധതി വരുന്നത് നർമ്മദയിലാണ്, ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ ഡാം കർണാടകയിലെ കാവേരി. നിസാം സാഗർ ആന്ധ്രാപ്രദേശിലെ ഗോദാവരിയിലുമാണ്. അപ്പൊ ഇതെല്ലാമാണ് ഇവിടുത്തെ വിവിധോദ്ദേശ പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വിവിധോദ്ദേശ പദ്ധതികൾ എന്നാണ് ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒരു നദിക്കു കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുന്നത്. ഒരു നദിക്കു കുറുകെ അണക്കെട്ട് നിർമ്മിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കായി സാധ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ എന്ന് പറയുന്നത്. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുത ഉൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ പ്രധാന ഉദ്ദേശങ്ങളായിട്ട് പറയുന്നത്. സർദാർ സരോവർ ഡാമിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഡാമുകളെയാണ്, അത്തരത്തിലുള്ള പദ്ധതികളെയാണ് വിവിധോദ്ദേശ പദ്ധതികൾ, നദീതട പദ്ധതികൾ എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? വെള്ളപ്പൊക്ക നിയന്ത്രണം വരുന്നുണ്ട്, ജലസേചനമുണ്ട്, ജലവൈദ്യുത ഉൽപാദനം വരുന്നുണ്ട്, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, ഇവയൊന്നും കൂടാതെ വിനോദസഞ്ചാരവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലത്തെ കുറിച്ച് പഠിക്കാം. സസ്യജാല വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന്. ഓരോ ഭൂപ്രദേശത്തിനും കാലാവസ്ഥയ്ക്കും പ്രകൃതിക്കും അനുസൃതമായാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇതിൽ വ്യാപകമായി കാണപ്പെടുന്ന സ്വാഭാവിക വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. ഇവിടെ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതമാണ് ലഭിക്കുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി പ്രധാനമായും 2 തരത്തിലാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉള്ളത്. ഒന്ന്, ആർദ്ര ഇലപൊഴിയും കാടുകൾ, മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. രണ്ടാമത് വരണ്ട ഇലപൊഴിയും കാടുകൾ, ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ അവയുടെ മഴയുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശമാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെയാണ് ആർദ്ര ഇലപൊഴിയും കാടുകളിൽ ലഭിക്കുന്ന മഴ. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ കാണപ്പെടുന്നത് ആർദ്ര ഇലപൊഴിയും കാടുകളാണ്. ഇത് കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാൽ, ശിശം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനത്തിൽ പൊതുവായി കാണപ്പെടുന്നു. ഈ വൃക്ഷ ഇനങ്ങളുടെ ഈ ഒരു ഉദാഹരണങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ. മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റിൽ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെയാണ് വാർഷിക വർഷപാതം ലഭിക്കുന്നത്. പ്രധാനമായും ഇവിടെ കാണപ്പെടുന്ന വൃക്ഷം തേക്ക്, സാൽ, ശിശം, മൗവ, ചന്ദനം തുടങ്ങിയവയാണ്. ഇപ്പൊ കാണപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിലും അതുകൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ആണ്. ഓക്കെ, അടുത്തത് വരണ്ട ഇലപൊഴിയും കാടുകളാണ്. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ഇവിടെ കുറവാണ്.
ഇവിടെ വർഷപാതം കുറവായിരിക്കും. ആ ഒരു പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളെ വരണ്ട ഇല പൊഴിയും മഴക്കാടുകൾ, വരണ്ട ഇല പൊഴിയും കാടുകൾ എന്നാണ് വിളിക്കുന്നത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോടടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. മഴ തീരെ കുറവായിട്ടുള്ള ഭാഗങ്ങളാകുമ്പോഴേക്കും ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും ഒക്കെ വഴിമാറുകയാണ് ചെയ്യുന്നത്. വരൾച്ച കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായും മാറുകയും ചെയ്യുന്നു. ഇവിടെ പ്രധാനമായും കണ്ടുവരുന്നത് തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ്. ഇവിടെ ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത് കുറവാണ്, വളരെ കുറവാണ്. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. പിന്നീട് മഴ തീരെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇവ മുൾക്കാടുകളായും കുറ്റിച്ചെടികളായും ഒക്കെ മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവ എന്ത് സംഭവിക്കുന്നു? വരൾച്ച കൂടുതലായി വരുന്ന കാലഘട്ടത്ത് സസ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇല പൊഴിച്ച് ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട സസ്യ ഇനങ്ങളാണ് തേക്ക്, റോസ് വുഡ്, ആക്സിൽ വുഡ്, മുളവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ. ഓക്കെ, അടുത്തത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഉഷ്ണമേഖല ഇല പൊഴിയും കാടുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അടുത്തത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ്. 75 സെന്റിമീറ്ററിൽ താഴെ വർഷപാതം ലഭിക്കുന്ന ഉയർന്ന താപനിലയുള്ളതുമായിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവെ കാണപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ വരണ്ട ഇലപൊഴിയും കാടുകളിൽ 70 മുതൽ 100 സെന്റിമീറ്റർ വരെയാണ് മഴ ലഭിക്കുന്നത്. എന്നാൽ ഉഷ്ണമേഖല മുൾക്കാടുകളിലേക്ക് വരുമ്പോൾ 75 സെന്റിമീറ്ററിൽ താഴെയായിരിക്കും മഴ ലഭിക്കുന്നത്. എവിടെയാണെങ്കിൽ ഉയർന്ന താപനിലയുമാണ് അനുഭവപ്പെടുന്നത്. ഇത്തരം സസ്യജാലങ്ങൾ പൊതുവെ കാണപ്പെടുന്നത് അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. അക്കേഷ്യ, യുഫോർബിയ, ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ. 50 മീറ്ററിനും താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. വൈവിധ്യമായിട്ടുള്ള പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ ചേർന്ന അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ മരങ്ങൾ ചേർന്ന ഭാഗമാണ് ഈ വനങ്ങൾ. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സസ്യങ്ങളാണ് അക്കേഷ്യ, യുഫോർബിയ, ഈന്തപ്പന, അതുപോലെ ചിലയിനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവ. ഓക്കെ, പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായി മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടാറുണ്ട്. എവിടെയൊക്കെയാണ്? പശ്ചിമഘട്ടത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിൽ, താപനില കൂടുതലാണ് നമ്മൾ പറഞ്ഞല്ലോ, താപനില കൂടുതലായിട്ടുള്ള ഭാഗങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലുമാണ് ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. അടുത്തത് ദക്ഷിണ പർവ്വത വനങ്ങളാണ്. ദക്ഷിണ പർവ്വത വനങ്ങൾ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായിട്ടുള്ള പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് പൊതുവെ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങൾ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. ഈ ഒരു ദക്ഷിണ പർവ്വത വന മേഖലയില് 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും അതിൽ താഴെ ഈ ഒരു 1500 മീറ്ററിൽ താഴെ വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളുമാണ് കാണപ്പെടുന്നത്. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ, ഷോള ഫോറസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. നീലഗിരി, ആനമല, പളനി കുന്നുകൾ എന്നിവിടങ്ങളിലെ മിതോഷ്ണ വനങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ചോലവനങ്ങൾ അഥവാ ഷോള ഫോറസ്റ്റ് എന്നത്. ഈ വനങ്ങളിൽ കാണപ്പെടുന്ന സാമ്പത്തിക പ്രാധാന്യമുള്ള വൃക്ഷങ്ങളാണ് മഗ്നോളിയ, ലോറൽ,
സിങ്കോണ, വാട്ടിൽ എന്നിവ. ഓക്കെ, അപ്പൊ ഷോളവനങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. നൈസർഗിക സസ്യജാലങ്ങളെ കണ്ടു, ഇനി മണ്ണിനങ്ങളാണ് നോക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ ഏറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ്, അതായത് ഇൻ സിറ്റു സോയിൽസ് ആണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാവുന്നതാണ്. അപ്പൊ ആദ്യം എന്താണ് ഇൻസിറ്റു മണ്ണ്, അതായത് തനതിട മണ്ണ് എന്നും അതുപോലെ ട്രാൻസ്പോർട്ടഡ് മണ്ണ് എന്നുമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന്. തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങളും, ഇൻസിറ്റു സോയിൽസ് ആൻഡ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ്. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. ഉദാഹരണം കറുത്ത മണ്ണൊക്കെ. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ മിക്കവയും തന്നെ തനതിട മണ്ണിനങ്ങളാണ്, അതായത് അതേ പ്രദേശത്തുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അവിടങ്ങളിൽ തന്നെ നിലകൊള്ളുന്ന മണ്ണിനങ്ങളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ്? നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിനങ്ങളാണ് ട്രാൻസ്പോർട്ടഡ് സോയിൽസ്, അതായത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന മണ്ണിനങ്ങൾ. ഉദാഹരണം എക്കൽ മണ്ണൊക്കെ, എക്കൽ നിക്ഷേപങ്ങളൊക്കെ നദികൾ വഴിയല്ലേ. അപ്പൊ അത്തരത്തിൽ നദികളാലോ കാറ്റിലൂടെയോ ഒക്കെ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് നിക്ഷേപിച്ച് കാണുന്ന മണ്ണിനങ്ങളെയാണ് വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിവയാണ്. അതാണ് ഇനി നോക്കുന്നത്. ഒന്നാമത് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. ഇതാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായിട്ടുള്ള ലാവാ പീഠഭൂമിയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാ ശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. നമ്മൾ ഡെക്കാൻ പീഠഭൂമി പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ കണ്ട കറുത്ത മണ്ണ് എന്താണ്? റിഗർ സോയിൽ, കറുത്ത പരുത്തി മണ്ണ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു നമ്മൾ പറഞ്ഞില്ലേ. വളരെയധികം ഫലഭൂയിഷ്ടമായതും അതുപോലെ ജലസംഭരണ ശേഷി കൂടുതലായിട്ടുള്ള മണ്ണിനമാണ് ഇത് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഒന്നാമത്തേത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും ഈ ഒരു കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഈ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളിൽ ഭാഗികമായും ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നു. അടുത്തത് ചെമ്മണ്ണാണ്. ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ, ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിക ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് രൂപപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രാചീന പരൽ രൂപ കായാന്തരിക ശിലകൾക്ക്, ഇവയൊക്കെ ശില പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും കേട്ടോ. കായാന്തരിക ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപപ്പെടുന്ന മണ്ണാണ് ചെമ്മണ്ണ് എന്ന് പറയുന്നത്. ചെമ്മണ്ണ് പൊതുവെ ഇതിനെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ചെമ്മണ്ണ് എന്ന് വിളിക്കപ്പെടുമെങ്കിലും തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ ഒരു ചുവപ്പ് നിറത്തിന് കാരണം. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്ന് പറയുന്നത് ഈ മണ്ണിൽ അടങ്ങിയിട്ടുള്ള വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. ഓക്കെ, ഇതാണ് ചെമ്മണ്ണ്. അടുത്തത് ലാറ്ററൈറ്റ് മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. ഇതാണ് ലാറ്ററൈറ്റ് സോയിൽ. ഇങ്ങനെയാണ്. എന്താണ്? കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ അഥവാ ലാറ്ററൈറ്റ് മണ്ണ്.
പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലഭൂയിഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നവയാണ് ഈ പറഞ്ഞ ലാറ്ററൈറ്റ് മണ്ണ്. അതായത് എങ്ങനെയാണ് ഇവ രൂപപ്പെടുന്നത്? കനത്ത മഴയിലും വരൾച്ചയുമൊക്കെ, കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലും മണ്ണിന് സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ അവ ഊർന്നിറങ്ങി ഇവ നീക്കം ചെയ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇനം ലാറ്ററൈറ്റ് ഇനം മണ്ണിന് രൂപപ്പെടുന്നത്. ഇവ അധികമായി കാണപ്പെടുന്നത് നമ്മുടെ പീഠഭൂമിയിൽ, നേരത്തെ പറഞ്ഞ ഉപദ്വീപിയൻ പീഠഭൂമിയിലെ പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലും രാജ്മഹൽ കുന്നുകൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? നോർത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതനിരകൾ, മാൾവ പീഠഭൂമി, ഈ പ്രദേശങ്ങളിലൊക്കെയാണ് മുഖ്യമായിട്ടും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. ഇവയിലെ ലവണങ്ങളൊക്കെ ഊർന്നിറങ്ങി പോകുന്നു എന്ന കാരണം കൊണ്ട് തന്നെ എന്താണ്, ഫലഭൂയിഷ്ടി വളരെ കുറഞ്ഞ ഇനം മണ്ണിനമാണിത്. അതുകൊണ്ട് തന്നെ എന്താണ്, കൃഷിയോഗ്യമല്ല. എങ്കിൽ കൂടിയും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ലാറ്ററൈറ്റ് സോയിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് പർവ്വത മണ്ണാണ്, മൗണ്ടെയിൻ സോയിൽ. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്കാണ് ഈ ഒരു പർവ്വത മണ്ണ് പ്രധാനമായും പ്രയോജനകരമായിട്ടുള്ളത്. മേൽപ്പറഞ്ഞ മണ്ണിനങ്ങളെ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായി വൈവിധ്യമാർന്ന പ്രാദേശിക മണ്ണിനങ്ങൾ കൂടി കാണപ്പെടുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളാണ് പറഞ്ഞത്. ഇതിൽ പർവ്വത മണ്ണ് എന്ന് പറയുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ് പ്രധാനമായിട്ടും പർവ്വത മണ്ണ് കാണപ്പെടുന്നത്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്കായിട്ടാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെയൊക്കെ കൃഷിക്കായിട്ടാണ് ഈ ഒരു പർവ്വത മണ്ണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ പ്രധാനമായും പറഞ്ഞ പർവ്വത മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ് എന്നിവ മനസ്സിലാക്കുക. ഇത് കൂടാതെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും ഒക്കെ അടിസ്ഥാനമായിക്കൊണ്ട് തന്നെ വൈവിധ്യമാർന്ന മണ്ണിനങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി മണ്ണിനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു, നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി ഇവിടങ്ങളിൽ വരുന്ന കൃഷി എന്തൊക്കെയാണെന്നാണ് നോക്കുക. സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്ത് വരുന്നുണ്ട്. നിമ്നോന്നതമായിട്ടുള്ള ഭൂപ്രകൃതി, നീരൊഴുക്കൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, ചെങ്കുത്തായ ചെരിവുകൾ, മേൽമണ്ണിന്റെ കനക്കുറവ്, അനാവൃത ശിലകൾ, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ തന്നെ വളരെ വിരളമാണ്. എങ്ങനെയൊക്കെയാണ് ഇവിടെ നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണാണ്, നിമ്നോന്നതമായിട്ടുള്ള ഭൂപ്രകൃതിയാണ്, ചെങ്കുത്തായ ചെരിവുകളാണ്, മേൽമണ്ണിന് കനക്കുറവാണ്, അതുപോലെ അനാവൃതമായിട്ടുള്ള ശിലകൾ, ഓപ്പണപ്പായിട്ടുള്ള ശിലകളുണ്ട്, ഇടയ്ക്കിടെ കുന്നുകൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, കൃത്യമായ രീതിയിൽ ഒരു കൃഷി രീതിയൊന്നും ഇവിടെ അവലംബിക്കാനായിട്ട് സാധിക്കില്ല. എങ്കിലും കൃഷിയോഗ്യമല്ലെങ്കിൽ കൂടിയും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായിട്ടുള്ള കാപ്പി, തേയില തുടങ്ങിയവയൊക്കെ ഇവിടെ കൃഷി ചെയ്ത് കാണാറുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം കൂടുതൽ. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയ തോട്ടങ്ങളൊക്കെ വ്യാപകമായി നമുക്ക് കാണാവുന്നതാണ്. തേയിലത്തോട്ടങ്ങളും കാപ്പിയും ഒക്കെ. ഇതാ കാപ്പിത്തോട്ടത്തിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പൊ ഇവയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. മലഞ്ചെരുവുകളിൽ തട്ടുതട്ടുകളായി നെൽകൃഷി അടക്കം കാണപ്പെടുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. ഇപ്പൊ കാപ്പിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം.
കാപ്പി കൃഷിയുടെ ഏകദേശം 59%, കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ്. ഉൽപാദനത്തിൽ ഏകദേശം 22%, കേരളമാണ് 2ാം സ്ഥാനത്തുള്ളത്. കാപ്പി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1ാം സ്ഥാനം കർണാടകത്തിനാണ്, 2ാം സ്ഥാനം കേരളത്തിനാണ്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ ഇനം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളാണ് പ്രധാനമായും കാപ്പി ഇനങ്ങൾ. ഇവ ഏതിന്റെ ഇനങ്ങളാണ്, ഏത് വിളയുടെ ഇനങ്ങളാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അറബിക്ക, റോബസ്റ്റ എന്നിവ കാപ്പി ഇനം, മുന്തി ഇനത്തിലുള്ള കാപ്പി ഇനങ്ങളാണ്. ഇവയാണ് നാം പൊതുവെ കൃഷി ചെയ്യുന്നത്. അടുത്തത് തേയില. പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട മലനിരയിലുമാണ് ഉള്ളത്. തേയില കൃഷി പൊതുവെ നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട മലനിരയിലുമാണ് കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ 25%, തോട്ട വിസ്തൃതിയുടെ 44% ഈ ഒരു മേഖലയിലാണ്. ഇന്ത്യയിലെ തേയില ഉൽപാദനത്തിന്റെ 25%, അതുപോലെ തോട്ട വിസ്തൃതിയുടെ 44% ഉള്ളത് ഈ ഒരു നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട മലനിരയിലുമാണ്. തേയിലത്തോട്ടത്തിന്റെ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിലുമായി അനവധി തൊഴിലവസരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ തേയിലയെക്കുറിച്ചും കാപ്പിയെക്കുറിച്ചും നമ്മൾ കണ്ടു. ഇനി കാപ്പിയുടെ ഒരു ചരിത്രത്തിന്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട്. ചരിത്രം കുറിച്ച 7 കാപ്പിക്കുരുക്കൾ. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത്. 17ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിച്ചത്. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബാ ബൂദാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത്. കർണാടകത്തിലെ ചിക്മംഗ്ലൂരുവിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് ഇദ്ദേഹമാണ്, ബാബാ ബുദാനാണ്. മുസ്ലിം പുരോഹിതനായ ബാബാ ബുദാനാണ് അറേബ്യയിൽ നിന്ന് 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ച് കർണാടകത്തിലെ ചിക്മംഗ്ലൂരുവിലെ മലയോരത്ത് കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബാ ബുദാൻ കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമാണിത്. ഈ പ്രദേശം ബാബാ ബുദാൻ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതൽ വികസിച്ചു. ഇതാണ് ഒരു കാപ്പി വ്യവസായത്തിന്റെ, കാപ്പി കൃഷിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അടുത്തത് കരിമ്പാണ്. കരിമ്പ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളത് എങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയൊരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളത് എങ്കിൽ കൂടി കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയുള്ളത് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനമായും വരുന്ന കറുത്ത ലാവാ മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ് കരിമ്പ് കൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ളതാണ്. കൂടാതെ ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും അതിന് അനുകൂലമാണ്. ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസിന്റെ അംശവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസിന്റെ അംശം. ഉത്തർപ്രദേശാണ് കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം. അടുത്തത് പരുത്തിയാണ്. പരുത്തി കൃഷി. പരുത്തി ഒരു ഖാരിഫ് വിളയാണ് എങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മെയ് മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. കാരണം എന്ന് വെച്ചാൽ വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഖാരിഫ് വിളയാണെങ്കിൽ കൂടി പരുത്തി ഒക്ടോബർ മാസത്തോടെ ആരംഭിക്കുകയും കൃഷി ചെയ്യാൻ ആരംഭിക്കുകയും ജനുവരി മെയ് മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്നത്. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. താപനിലയും വാർഷിക വർഷപാതവും അറിഞ്ഞിരിക്കണം. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില ആവശ്യമായിട്ടുള്ളത്. അതുപോലെ വാർഷിക വർഷപാതം 50 മുതൽ 100 സെന്റിമീറ്റർ വരെ ആണ്.
ഓക്കെ, ഇപ്പൊ പരുത്തിയുടെ മാത്രമല്ല നെല്ല്, ഗോതമ്പ് പോലെയുള്ള പ്രധാനപ്പെട്ട വിളകളുടെ താപനിലയും അതുപോലെ തന്നെ വാർഷിക വർഷപാതവും എത്രത്തോളം മഴ ആവശ്യമാണ്, ജലം ആവശ്യമാണ് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്തു വരുന്നുണ്ട്. ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് ഗുജറാത്താണ്, 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ്. പരുത്തി കൃഷിയിൽ 1-ാം സ്ഥാനം ഗുജറാത്ത്, 2-ാം സ്ഥാനം മഹാരാഷ്ട്ര. എക്സാമിന് തൊട്ട് മുന്നായിട്ട് ഇവയൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നും അതുപോലെ ഏതൊക്കെയാണ് ആ ഒരു നിരയിലുള്ളത് 1, 2, 3 സ്ഥാനങ്ങൾ ഏതിനൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ധാതുക്കളുടെ കലവറ നമ്മൾ ആദ്യമേ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നില്ലേ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി പ്രദേശമാണ്. അപ്പൊ അതാണ് ഇനി പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങളേറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ധാതുക്കളുടെ ഹൃദയഭൂമി, ധാതുക്കളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെയാണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെയാണ്. ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പീഠഭൂമി മേഖലയാണ് ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതുമേഖല. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങി ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ് ഈ ഒരു ഭാഗം. ധാതു വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ ധാതു മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ധാതു വിഭവങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന മേഖലയാണ് ഉപദ്വീപീയ പീഠഭൂമി. അതിൽ പ്രധാനമായും ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. അവയെ നമ്മൾ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ഏതൊക്കെ ഭാഗങ്ങളിലാണ്? ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ലോഹ അലോഹ ധാതുക്കളാൽ സമ്പന്നമായിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി. ഇത്തരത്തിൽ ധാരാളം ധാതു വിഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവയുടെ ലഭ്യതയ്ക്കനുസരിച്ച് അവയെ പിന്നീടും നമ്മൾ വിവിധ ധാതു മേഖലകളായി തരംതിരിച്ചിരിക്കുന്നത്. ഇതൊരു ഇരുമ്പയിര് ഖനിയുടെ പിക്ചറാണ്. അതുപോലെ ഇതാ കൽക്കരി പാടത്തിന്റെ പിക്ചറും കൂടെയാണ് തന്നിട്ടുള്ളത്. ഇനി വിവിധങ്ങളായിട്ടുള്ള ധാതു മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണിത്, വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം. രണ്ടാമത്തേത് മധ്യമേഖല, പിന്നീട് ദക്ഷിണ മേഖല എന്നും തെക്കു പടിഞ്ഞാറൻ മേഖല എന്നും വടക്കു പടിഞ്ഞാറൻ മേഖല എന്നും 5ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശം ഏറ്റവും വലിയ ധാതു മേഖലയാണ് ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. ഏറ്റവും വലിയ ധാതു മേഖലയാണ് ചോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നു. ഈ ഒരു വടക്കു കിഴക്കൻ പീഠഭൂമി പ്രദേശത്ത് കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അബ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കളാണ് ഖനനം ചെയ്യപ്പെടുന്നത്. രണ്ടാമത് വരുന്നത് മധ്യമേഖലയാണ്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര ഈ ഒരു സംസ്ഥാനങ്ങളിലായിട്ട് ഇത്തരം സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് മധ്യമേഖല എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര. ഈ ഒരു മേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കൽക്കരി, അബ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കളാണ് സുലഭമായിട്ട് ലഭ്യമാകുന്നത്. അടുത്തത് ദക്ഷിണ മേഖലയാണ്. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളും, കർണാടക പീഠഭൂമിയും തമിഴ്നാടിന്റെ ഭാഗങ്ങളുമാണ് ഈ ഒരു ദക്ഷിണ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ധാതുക്കളാണ് ഇരുമ്പയിര്, ബോക്സൈറ്റ്,
ലിഗ്നൈറ്റ് തുടങ്ങിയവ. ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ്. തമിഴ്നാട്ടിലെ നെയ്വേലി പ്രദേശത്തൊക്കെ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി ഇനം കാണുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ സേലം, നീലഗിരി ഭാഗത്ത്, തമിഴ്നാടിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ധാരാളം ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ് ഈ സേലം, നീലഗിരി ഒക്കെ. അപ്പൊ ഈ ഒരു ദക്ഷിണ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് ഒക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇനി തെക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ഒക്കെ ചേർന്ന ഒരു ഭാഗമാണ് ഈ ഒരു തെക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവയൊക്കെയാണ് ധാരാളമായിട്ട് കാണുന്നത്. ഇരുമ്പയിര്, കളിമണ്ണ് എന്നിവയൊക്കെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. ഇനി വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോകുമ്പോൾ രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളുമാണ് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്നത്. രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും. നമ്മൾ ഈ ഒരു പേരുകളൊക്കെ പറയുന്ന സമയത്ത് മാപ്പ് ഓർമ്മ വരണം കേട്ടോ, എന്നാലേ കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവയൊക്കെ എവിടെയാ കിടക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടാണ്ട് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോ. ഇവയൊക്കെ പറയുന്ന സമയത്ത് മാക്സിമം മാപ്പ് വെച്ച് നമ്മളൊന്ന് എന്താ പറയാ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രാജസ്ഥാനിലെ ആരവല്ലി നിരയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ചേർന്നതാണ് ഈ ഒരു വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. ഇവിടെ ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയൊക്കെയാണ് സമ്പന്നമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ ധാതു വിഭവങ്ങളുടെ ഒരു വിതരണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ വിഭജിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഇവിടുത്തെ ജനജീവിതമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതായത് നമ്മളിപ്പോ ഇവിടെ ധാതു വിഭവങ്ങളെ കുറിച്ചും ഉപദ്വീപീയ പീഠഭൂമിയുടെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ പഠിച്ചു. ഈ ഒരു ഭാഗത്ത് വരുന്ന ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിട്ട് ഇനി നമ്മൾ പഠിക്കേണ്ടത് അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ് വരുന്നത് എന്നാണ്. തൊട്ടു മുന്നേ തന്നിരിക്കുന്ന ഈ ഒരു ഭൂപടത്തിൽ എന്താന്ന് വെച്ചാൽ ഇന്ത്യയുടെ ധാതു വിഭവങ്ങളാണ്. അതായത് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചില്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വിഭവങ്ങളും, അതുകൂടാതെയുള്ള മറ്റു ചില വിഭവങ്ങളൊക്കെ. ഈ ഒരു മാപ്പ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? ഈ മാപ്പ് നേരത്തെ നമ്മൾ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൂചിക തന്നിട്ടുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് മാപ്പ് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ ജനജീവിതത്തിലേക്ക് പോകാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതം. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണ് ഉള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനജീവിതം പരിമിതമായിരുന്നു. ആദ്യകാലത്ത് പരിമിതമായിരുന്നു എങ്കിൽ കൂടി കൃഷിയോഗ്യമല്ലാത്തത് കൊണ്ടും അതുപോലെ കാലാവസ്ഥയും ഒക്കെ കാരണം കൊണ്ട് ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം കുറവായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി. അതായത് പൊതുവെ ഇവിടെ ജനസംഖ്യ വളരെ മിതമായ രീതിയിലാണ്. ആദ്യം വളരെ കുറവായിരുന്നു. കാരണം എന്താ? കൃഷിയോഗ്യമല്ല, അതുപോലെ തന്നെ കാലാവസ്ഥയൊന്നും ശരിയായിട്ടുള്ള രീതിയിലല്ല, ജനവാസ യോഗ്യമായിട്ടുള്ള ഒരു രീതി ആയിരുന്നില്ല. എന്നാൽ പിന്നീട് വന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാതു അധിഷ്ഠിതമായിട്ടുള്ള മണ്ണായതുകൊണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അവിടെ എന്താണ് ധാതുഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ ആരംഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കണക്ടിവിറ്റി കൂടുതലായി ലഭിച്ചു. ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ വന്നപ്പോൾ എന്താണ്? സമ്പദ് വ്യവസ്ഥയിൽ ഉയർച്ച വന്നു. ജനങ്ങൾക്ക് അവരുടെ വരുമാന മാർഗം കണ്ടെത്താനും തൊഴിലവസരങ്ങൾ കണ്ടെത്താനും ഒക്കെയുള്ള സാധ്യതകൾ വന്നപ്പോൾ എന്താണ്? ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ജനസംഖ്യ ഉയർന്നു വരികയാണ് ചെയ്തത്. ഇതുകൂടാതെ ഇവിടെ കൃഷിയോഗ്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ജലസേചനവും സാങ്കേതിക സാധ്യതകളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള വാണിജ്യ കൃഷി സാധ്യതകളൊക്കെ മുന്നോട്ട് വന്നപ്പോൾ ജനവാസം അവിടെ കൂടുകയാണ് ചെയ്തത്. ജനവാസം ഉയരുന്നതിന് ഇതൊക്കെ കാരണമാവുകയാണ് ചെയ്തത്. അങ്ങനെ സംസ്ഥാന തലസ്ഥാനങ്ങളും ഖനന വ്യവസായ മേഖലകളും കേന്ദ്രീകരിച്ച് വൻ നഗരങ്ങൾ തന്നെ വികസിക്കാൻ ഇടയാവുകയാണ് ഉണ്ടായത്. ഓക്കെ, ഇതാണ് പ്രധാന നഗരങ്ങൾ. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളും ഉപദ്വീപീയ പീഠഭൂമിയും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള സൂചിക തന്നിട്ടുള്ള
തരത്തിലുള്ള ഒരു ഭൂപടം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഏതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഖനന വ്യവസായ മേഖലകളും കേന്ദ്രീകരിച്ചു കൊണ്ടുവന്ന വൻ നഗരങ്ങൾ, അവയുടെ വരവ് എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ മാപ്പൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, പറഞ്ഞതുമായി ബന്ധപ്പെട്ടും നോട്ടുമായി റെഫർ ചെയ്തൊക്കെ പഠിക്കാം. അങ്ങനെ ഈ ഒരു ഉപദ്വീപീയ പീഠഭൂമി ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഭൗതിക വിഘാതങ്ങളെ മാനവ വിഭവശേഷി വികസനത്തിലൂടെ തരണം ചെയ്യുകയും അസാധ്യമായിരുന്നത് സാധ്യമാക്കുകയും ചെയ്യുന്ന മനുഷ്യ അധ്വാനത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അല്ലെ, നമ്മളിവിടെ കണ്ടില്ലേ, കൃഷി ചെയ്യാൻ പോലും സാധ്യമല്ലാതിരുന്ന, ജനവാസം ഒട്ടുമില്ലാതിരുന്ന, പരിമിതമായിരുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നാണ് വൻ നഗരങ്ങൾ പോലും വികസിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വികസനത്തിലൂടെ, മാനവ വിഭവശേഷി വികസനത്തിലൂടെ തരണം ചെയ്യുകയും അസാധ്യമായിരുന്നത് സാധ്യമാക്കുകയും ചെയ്യുന്ന മനുഷ്യാധ്വാനത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തമായി നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. വളരെയധികം പോയിന്റ്സ് ഉള്ള വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. ഒത്തിരി അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മാക്സിമം നമ്മൾ ഈ പറഞ്ഞതുപോലെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയി വെക്കുക. ഈ വിഭവങ്ങളുടെ, വിളകളുടെയൊക്കെ കാര്യത്തിൽ മറ്റുള്ളവയെല്ലാം മാക്സിമം നിങ്ങൾ മാപ്പ് വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ചാപ്റ്ററിലും എത്രത്തോളം പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന്. അപ്പൊ അത്രയധികം പോയിന്റ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. മാക്സിമം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.